എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ ഡീപ്പ് ഡൈവിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ബിസിനസ് ഉടമയോ ഫൗണ്ടറോ അതല്ലെങ്കിൽ ഒരു ഫിനാൻസ് പ്രൊഫഷണലോ ആണെങ്കിൽ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. തീർച്ചയായും. അതായത് നിരന്തരമായ സമ്മർദ്ദങ്ങളും ഡെഡ് ലൈനുകളും ഒക്കെ നേരിടുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇതൊരു മികച്ച പഠനയാത്രയായിരിക്കും. അതെ, നമ്മൾ സാധാരണ ഒരു മെഡിക്കൽ ഡയഗ്നോസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കൃത്യതയുടെ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് വർക്ക് പോലെയാണത്. ശരിയാണ്. നിങ്ങളുടെ കൈയൊടിയുന്നു, നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നു, അവിടുത്തെ എക്സ്റേ മെഷീൻ ആ പൊട്ടിയ ഭാഗം കൃത്യമായി കാണിക്കുന്നു. അതുതന്നെ, ഡോക്ടർ അത് ചൂണ്ടിക്കാണിച്ചു പറയുന്നു, ദാ അവിടെയാണ് പ്രശ്നമെന്ന്. ആ വ്യക്തത ശരിക്കും നമുക്കൊരു വലിയ ആശ്വാസമാണ്. അതെ, അതൊരു ബൈനറി കാര്യമാണ്. ഒന്നുകിൽ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു കോർപ്പറേറ്റ് ലീഡർഷിപ്പിന്റെ ലോകത്തേക്ക് വരുമ്പോൾ എന്താ പറയാ, ഈ എക്സ്റേ മെഷീൻ പെട്ടെന്ന് കേടായതുപോലെയാകും. സത്യമാണ്. നമ്മൾ നോക്കിക്കാണുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം എല്ലാം വളരെ അവ്യക്തമായിരിക്കും. അതെ അതെ, നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലോ ജോലിയിലോ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് ഡെഡ് ലൈനുകൾ, കംപ്ലയൻസ് റിസ്കുകൾ, ഒപ്പം വൈകാരികമായ തീരുമാനങ്ങളും. ശരിക്കും ഈ അവ്യക്തതകൾക്കിടയിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. തീർച്ചയായും. അപ്പോൾ ഈ കേടായ എക്സ്റേ മെഷീൻ നന്നാക്കാനുള്ള അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഏറ്റവും മികച്ചൊരു ഹാൻഡ് ബുക്ക് എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? അത് ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ നിന്നല്ല, മറിച്ച് 5000 വർഷം പഴക്കമുള്ള ഒരു യുദ്ധഭൂമിയിൽ നിന്നാണ്. വാവ്, അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതെ, ഭഗവത്ഗീതയെ ആധുനിക മാനേജ്മെന്റിന്റെയും ഡിസിഷൻ മേക്കിങ്ങിന്റെയും ഏറ്റവും മികച്ച ഒരു സ്ട്രാറ്റജി ഗൈഡായി നമ്മൾ ഇന്ന് മാറ്റി എഴുതുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് പെട്ടെന്നൊരു അത്ഭുതം തോന്നിയേക്കാം. ഗീത വെറും ഒരു ആത്മീയ ഗ്രന്ഥമല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷേ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ ചരിത്രത്തിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ബോർഡ് റൂം പ്രതിസന്ധിയായി നമുക്ക് കാണാൻ സാധിക്കും. ഓ, അതൊരു രസകരമായ ആംഗിളാണ്. അപ്പോ അർജുനൻ അവിടെ വെറും ഒരു പോരാളിയല്ല, അല്ലേ? അതെ അതെ, അർജുനൻ അവിടെ കേവലം അമ്പും വില്ലുമേന്തിയ ഒരാളല്ല, മറിച്ച് കടുത്ത മാനസിക സമ്മർദ്ദം, വികാരങ്ങൾ, സ്റ്റേക്ക് ഹോൾഡർമാരുടെ പ്രഷർ എന്നിവയാൽ പൂർണ്ണമായും തളർന്നുപോയ ഒരു സീനിയർ ഡിസിഷൻ മേക്കറാണ് അദ്ദേഹം. ഓക്കെ, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഒരു മോഡേൺ കോർപ്പറേറ്റ് സാഹചര്യത്തിലേക്ക് അർജുനന്റെ ഈ അവസ്ഥയെ പ്ലേസ് ചെയ്താൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പനി ഒരു വലിയ മേർജറിലേക്ക് പോവുകയാണ് എന്ന് കരുതുക. അല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധി കാരണം നിങ്ങളുടെ സുഹൃത്തുക്കളായ കുറെ ജീവനക്കാരെ നിങ്ങൾക്ക് പിരിച്ചുവിടേണ്ടി വരുന്നു. ഒരു വലിയ ലേ ഓഫ്. അത് തന്നെ. ഈ സമയത്ത് ഒരു സിഇഒ എങ്ങനെയാണോ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നത്, അത് തന്നെയാണ് അർജുനനും സംഭവിച്ചത്. എതിർവശത്ത് നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളാണെന്ന് കാണുമ്പോൾ അദ്ദേഹം വൈകാരികമായി തളരുന്നു. കൃത്യമായി പറഞ്ഞാൽ അതൊരു വൈകാരികമായ സ്തംഭനാവസ്ഥയാണ്. അവിടെയാണ് ശ്രീകൃഷ്ണൻ വെറുമൊരു ഉപദേശകനല്ല, മറിച്ചൊരു എക്സിക്യൂട്ടീവ് കോച്ചിന്റെ റോളിലേക്ക് വരുന്നത്. അതായത് ഒരു കോച്ച് എന്ന നിലയിൽ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു. അതെ, ഒരു കോച്ച് ഒരിക്കലും നീ പോയി യുദ്ധം ചെയ് എന്ന് വെറുതെ പറയില്ല. പ്രശ്നങ്ങളെ വൈകാരികമായി കാണാതെ റൂട്ട് കോസ് അനാലിസിസ്, റിസ്ക് ബെനിഫിറ്റ് അസസ്മെന്റ് എന്നിവയിലൂടെ കൃഷ്ണൻ ആ പ്രശ്നത്തെ റീഫ്രെയിം ചെയ്യുന്നു. ആ റീഫ്രെയിമിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് പ്രശ്നത്തെ മറ്റൊരു കോണിലൂടെ കാണിച്ചു കൊടുക്കുകയാണോ? അതെ, അർജുനൻ പറയുന്നത് ഞാൻ എന്റെ സ്വന്തം കുടുംബത്തെയും ഗുരുക്കന്മാരെയും കൊല്ലാൻ പോകുന്നു എന്നാണ്. അതൊരു വൈകാരികമായ കാഴ്ചപ്പാടാണ്. ശരിയാണ്. പക്ഷേ കൃഷ്ണൻ അതിനെ മാറ്റിമറിക്കുന്നു. നീ നിന്റെ കുടുംബത്തെയല്ല കൊല്ലുന്നത്, മറിച്ച് ഈ ഓർഗനൈസേഷനെ തകർക്കാൻ ശ്രമിക്കുന്ന ടോക്സിക് ആയ എലമെന്റ്സിനെ നീക്കം ചെയ്യുക മാത്രമാണ് നിന്റെ ഡ്യൂട്ടി എന്ന് കാണിച്ചു കൊടുക്കുന്നു. വാവ്, അപ്പോൾ സ്വന്തം റോൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാകുന്നു, അല്ലേ? തീർച്ചയായും. സ്വന്തം ധർമ്മം, അഥവാ ഒരു സിഇഒയുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്റെ എക്സിക്യൂട്ടീവ് ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. വികാരങ്ങളല്ല, ധർമ്മമാണ് തീരുമാനങ്ങളെ നയിക്കേണ്ടത്. അത് വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. വികാരങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തി ഒരു ഡേറ്റയുടെയും സ്വന്തം റോളിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കുക. പക്ഷേ ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. എന്താണ് സംശയം? പലപ്പോഴും എന്താ പറയാ, എന്തുകൊണ്ടാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സീനിയർ ലീഡർമാർ പോലും വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത്? ഫലത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണോ?
ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫലത്തോടുള്ള ഈ അമിതമായ ആഗ്രഹവും നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വവുമാണ് ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ. അതായത് ഈ മാനസിക സമ്മർദ്ദവും ബേൺ ഔട്ടും ഒക്കെ ഉണ്ടാക്കുന്നത് ഇതാണോ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായ ട്രിഗണോമെട്രിയുടെ ഒരു ഉദാഹരണം നോക്കാം. ട്രിഗണോമെട്രിയോ? ആ കണക്കിലെ സൈൻ കോസ് ഒക്കെ വരുന്ന സാധനമല്ലേ? അതെ അതെ. നിങ്ങളൊരു വലിയ ട്രിഗണോമെട്രി ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെന്ന് കരുതുക. ഒരുപാട് സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണല്ലോ അത്. തീർച്ചയായും കുറേ സ്റ്റെപ്പുകൾ കാണും. നിങ്ങൾ ആ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പേപ്പറിന്റെ താഴെയുള്ള ആ അവസാനത്തെ ഉത്തരത്തിൽ മാത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാൻ? മിക്കവാറും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പില് എവിടെയെങ്കിലും തെറ്റുപറ്റും. അത് തന്നെ. നിങ്ങളുടെ ശ്രദ്ധ മാറുകയും ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പിൽ തെറ്റുപറ്റാൻ വലിയ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താകുമെന്നും ഉത്തരം തെറ്റുമോ എന്നോർത്ത് വിഷമിക്കാതെ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് പൂർണ്ണതയോടെ ചെയ്യുക. അതായത് ഒരു സിഇഒ Q4 പ്രോഫിറ്റ് ടാർഗറ്റിനെ കുറിച്ച് ഓർത്ത് മീറ്റിംഗുകളിൽ ആകുലപ്പെടുന്നതും ആ വിദ്യാർത്ഥി അവസാനത്തെ ഉത്തരത്തെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നതും ഒരേ മാനസികാവസ്ഥയാണല്ലേ? 100% ശരിയാണ്. ഈ നിഷ്കാമകർമ്മം അഥവാ ഫലേച്ഛയില്ലാത്ത കർമ്മം ബോർഡിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള പ്രഷർ കുറയ്ക്കാനും ഡിസിഷൻ ഫിറ്റീഗ് ഒഴിവാക്കാനും ഒരു ലീഡറെ സഹായിക്കും. എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പ്രോസസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഔട്ട്കമിലല്ല. അതെ, നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് നിങ്ങളുടെ പ്രയത്നവും തയ്യാറെടുപ്പും മാത്രമാണ്, അതിന്റെ അന്തിമ ഫലമല്ല എന്ന് ഗീത വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. കാരണം ഈ കർമ്മയോഗം എന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ വെറുമൊരു ആത്മീയ പദമല്ല, മറിച്ച് ആധുനിക ഫിനാൻസിലെ മേക്കർ ചെക്കർ കൺട്രോളുകൾക്കും SOPകൾക്കും തുല്യമായ ഒന്നാണ്. തീർച്ചയായും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ കമ്പനികളിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓർഗനൈസേഷനുകളിൽ ഈ പറയുന്ന സിസ്റ്റംസ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഒരു വ്യക്തിയുടെ വികാരങ്ങളോ പേടിയോ ആ കമ്പനിയുടെ പ്രോസസ്സിനെ ബാധിക്കാതിരിക്കാനാണ്. തികച്ചും ശരിയാണ്. കർമ്മയോഗത്തെ ഒരു കൃത്യമായ പ്രോസസ് ഡിസിപ്ലിനായി നമുക്ക് വ്യാഖ്യാനിക്കാം. ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കുക, സിസ്റ്റമുകളെ ബഹുമാനിക്കുക. അതെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ടാക്സ് ഓഡിറ്റ് വരുമ്പോൾ എന്തുകൊണ്ടാണ് പല കമ്പനികളും വളരെ സ്ട്രെസ്ഡ് ആകുന്നത്? അവർക്ക് കൃത്യമായ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? അതെ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. നാളെ മാർക്കറ്റ് ഇടിയുമോ, ഗവൺമെന്റ് പോളിസി മാറുമോ എന്നൊക്കെയുള്ള എക്സ്റ്റേണൽ വേരിയബിളുകളെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. അത് കൃത്യമായ ഒരു SOP അടിസ്ഥാനമാക്കിയിട്ടുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി, ഇനി ഇതെങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അവിടെയാണ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ശ്രീകൃഷ്ണന്റെ ആശയവിനിമയ ശൈലി ഏതൊരു കോർപ്പറേറ്റ് ലീഡറും നിർബന്ധമായും മാതൃകയാക്കേണ്ട ഒന്നാണ്. ഒരു HR ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി കൗൺസിലിംഗ് എന്നിവയുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം? കാരണം ഗീതയുടെ തുടക്കത്തിൽ കൃഷ്ണൻ ചെയ്യുന്നത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ക്ലാസ് അല്ലേ? അതെ, ഗീതയുടെ ആദ്യത്തെ അധ്യായം മുഴുവൻ നോക്കിയാൽ അത് അർജുനന്റെ വിലാപമാണ്. തന്റെ സങ്കടങ്ങളും പേടിയും അർജുനൻ അവിടെ നിർത്തുന്നുണ്ട്. കൃഷ്ണൻ അവിടെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നില്ല. കേവലം കേൾക്കുക മാത്രമാണ് അല്ലേ? അതെ, ഡീപ്പ് ലിസണിംഗ്. ഒരാൾ പറയുന്നതെല്ലാം പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാവുക. അതിനുശേഷമാണ് കൃഷ്ണൻ അർജുനന്റെ പ്രശ്നത്തിന്റെ വൈകാരികമായ അടിസ്ഥാന കാരണം കണ്ടെത്തുന്നത്. ഇത് കോർപ്പറേറ്റ് ലോകത്ത് വളരെ സാധാരണയാണ്. നിങ്ങളുടെ ഒരു എംപ്ലോയി നിങ്ങളുടെ അടുത്തൊരു പരാതിയുമായി വരുമ്പോൾ അവർ പറയുന്നു, എനിക്ക് ആ സഹപ്രവർത്തകനുമായി ചേർന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മൾ യഥാർത്ഥ കാരണം അന്വേഷിക്കണം. അതെ, നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ യഥാർത്ഥ പ്രശ്നം വ്യക്തിപരമായ പ്രശ്നമായിരിക്കില്ല, മറിച്ച് അവർ രണ്ടുപേരും തമ്മിലുള്ള റോളുകളിലെ വ്യക്തതയില്ലായ്മയായിരിക്കാം. കൃത്യം. ആ ലക്ഷണത്തെയല്ല, മറിച്ച് യഥാർത്ഥ രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. കൃഷ്ണൻ ആ പ്രശ്നത്തെ റീഫ്രെയിം ചെയ്ത് ദീർഘകാല ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപദേശം നൽകുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ പറയാ, പരാജയത്തെക്കാൾ കൂടുതൽ ആളുകൾ ഉത്തരവാദിത്തങ്ങളെയാണ് ഭയപ്പെടുന്നത്. ശരിയാണ്. പലർക്കും ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വലിയ പേടിയാണ്. അതെ, ജോലി പോകുമെന്നുള്ള പേടിയാണോ അതോ റോളുകളെ കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തതാണോ? ഈ റോൾ ക്ലാരിറ്റി എങ്ങനെയാണ് വൈകാരികമായ ആശയക്കുഴപ്പങ്ങൾക്ക് മരുന്നാകുന്നത്? ആളുകൾ ഉത്തരവാദിത്തങ്ങളെ ഭയപ്പെടുന്നത് പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന ഫലത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ്. അവിടെയാണ് സമത്വം അഥവാ ഇക്വാനിമിറ്റി എന്ന പവർഫുള്ളായ ഗീതാവാക്യം കടന്നുവരുന്നത്. അതായത് വിജയത്തിലും പരാജയത്തിലും ഒരേ മാനസികാവസ്ഥ നിലനിർത്തുക, അല്ലേ? അതെ.
പ്രശംസയിലും വിമർശനത്തിലും ഒരേ മാനസികാവസ്ഥ നിലനിർത്താൻ ഒരു ലീഡർക്ക് കഴിയണം. ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് തിയറിയിൽ പറയുന്ന സെൽഫ് റെഗുലേഷൻ പോലെ അത് പ്രാക്ടിക്കലായി എങ്ങനെയാണ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക? KPIകളെ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നത് പ്രധാനമാകുന്നത്. മിക്ക കമ്പനികളും അളക്കുന്നത് ഔട്ട്കം KPI ആണ്. അതായത് എത്ര രൂപയുടെ സെയിൽസ് നടന്നു എന്ന് നോക്കുന്ന പരിപാടി. അതെ, പക്ഷെ ഗീത മുന്നോട്ട് വയ്ക്കുന്നത് പ്രോസസ് KPIകളെയാണ്. നമ്മൾ മാർക്കറ്റ് റിസർച്ച് കൃത്യമായി നടത്തിയോ, പ്രൊഡക്റ്റ് ക്വാളിറ്റി മികച്ചതാണോ, ഇതാണ് നോക്കേണ്ടത്. ഈ പ്രോസസ്സുകൾ എല്ലാം ശരിയായിട്ടും പ്രോഡക്റ്റ് പരാജയപ്പെട്ടാൽ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണല്ലേ? തീർച്ചയായും. അവിടെ ആ ലീഡർ വ്യക്തിപരമായി തളരേണ്ട കാര്യമില്ല. ഇതിലൂടെ വളരെ ധാർമ്മികമായ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാൻ സാധിക്കും. എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. അതായത് നമ്മൾ ഈ പ്രോസസ്, ധർമ്മം എന്നൊക്കെ പറയുന്നു. പക്ഷേ ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്ത് ഈ പറയുന്ന ധർമ്മം, സുസ്ഥിര വികസനം എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രായോഗികമാണോ? ഇതൊരു സുപ്രധാന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം, ധർമ്മം നോക്കിയാൽ ലാഭം കുറയുമെന്ന്. അതെ, കാരണം എനിക്ക് ലാഭം വേണം, അതിന് ഏതു വഴിയും ഞാൻ സ്വീകരിക്കും എന്ന ചിന്താഗതിക്കിടയിൽ ഇതൊക്കെ വർക്കൗട്ട് ആകുമോ എന്നാണ് എന്റെ സംശയം. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഹ്രസ്വകാല ലാഭം മാത്രം നോക്കി അൺഎത്തിക്കൽ പ്രാക്ടീസുകളിലൂടെ പോയ വലിയ കമ്പനികൾ ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓഡിറ്റിംഗിലെ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ എല്ലാം തീരും. അവിടെയാണ് ഗീതയിലെ ലോകസംഗ്രഹം എന്ന ആശയം പ്രസക്തമാകുന്നത്. സമൂഹത്തിന്റെ പൊതുവായ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമെന്നത് ഇന്നത്തെ ESG ഗവേണൻസ് ആണ്. എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മുടെ പ്രവൃത്തികൾ കസ്റ്റമേഴ്സിനെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ചിന്തയാണല്ലേ അത്? അതെ. കൃഷ്ണൻ നൽകുന്ന ധർമ്മോപദേശം കോർപ്പറേറ്റ് പോളിസി ഗവേണൻസും ലീഗൽ കംപ്ലയൻസുമാണ്. നിങ്ങൾ ധാർമ്മികമായി ബിസിനസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു റെപ്യൂട്ടേഷൻ റിസ്കിലേക്കാണ് പോകുന്നത്. ശരിയാണ്. ഹ്രസ്വകാല ലാഭത്തേക്കാൾ നിക്ഷേപകർക്കുമിടയിലുണ്ടാക്കിയെടുക്കുന്ന ദീർഘകാല വിശ്വാസ്യത, അതായത് ലോങ് ടേം ട്രസ്റ്റ് ആണ് യഥാർത്ഥ വിജയം, അല്ലേ? അതെ. സസ്റ്റൈനബിലിറ്റി എന്നത് ഇന്നത്തെ കാലത്തൊരു ഓപ്ഷനല്ല, അതൊരു ബിസിനസ് സർവൈവൽ സ്ട്രാറ്റജിയാണ്. എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ സിസ്റ്റംസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷെ ബിസിനസ് എന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ. മാർക്കറ്റ് പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊരു വലിയ വെല്ലുവിളിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിസിനസ്സുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമാണ്. അർജുനനുണ്ടായ മാറ്റത്തെ ഒരു ചേഞ്ച് മാനേജ്മെന്റ് കേസ് സ്റ്റഡിയായി നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഒരു കമ്പനി മാറ്റത്തിലേക്ക് പോകുമ്പോൾ ജീവനക്കാരിൽ നിന്ന് എപ്പോഴും വലിയൊരു പ്രതിരോധമുണ്ടാകും. അർജുനനും പഴയ രീതിയിലുള്ള ചിന്താഗതികളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതെ, പുതിയത് സ്വീകരിക്കാനൊരു മടി. എന്നാൽ നിരന്തരമായ പരിശീലനം അഥവാ അഭ്യാസം, അതുപോലെ തന്നെ വൈരാഗ്യം അഥവാ ഡിറ്റാച്ച്മെന്റ് എന്നിവയിലൂടെ ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാമെന്ന് കൃഷ്ണൻ കാണിച്ചു തരുന്നു. അതായത് പുതിയത് പഠിക്കുന്നതിന് മുൻപ് പഴയത് നമ്മൾ അൺലേൺ ചെയ്യണം, അല്ലേ? പഴയ ശീലങ്ങൾ മറന്ന് പുതിയവ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. പുതിയ സ്കില്ലുകൾ നിരന്തരം പരിശീലിക്കുക എന്നതാണ് ഈ അഭ്യാസം. ഒരു വലിയ പ്രതിസന്ധിയെ സക്സഷൻ പ്ലാനിങ്ങിനുള്ള അവസരമാക്കി മാറ്റാൻ ഈ അഭ്യാസ വൈരാഗ്യ മോഡല് നമ്മളെ സഹായിക്കും, അല്ലേ? വളരെ ഗംഭീരമായ ഒരു ചിന്തയാണത്. തീർച്ചയായും. ഓരോ ലീഡറും അവരുടെ കരിയറിൽ എപ്പോഴെങ്കിലും ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആശയക്കുഴപ്പത്തിലായി നിൽക്കേണ്ടി വരും. അവിടെ നിങ്ങളെ വഴി നടത്താൻ ഈ തത്വങ്ങൾക്ക് കഴിയും. അതെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കിയാൽ ഭഗവത്ഗീത വെറുമൊരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് ആധുനിക ഓർഗനൈസേഷനുകൾക്കുള്ള എക്കാലത്തെയും മികച്ച മാനേജ്മെന്റ് സയൻസ് ആണെന്ന് വ്യക്തമാണ്. അതെ, റൂട്ട് കോസ് അനാലിസിസ് മുതൽ ചേഞ്ച് മാനേജ്മെന്റ് വരെ ഇതിൽ വളരെ കൃത്യമായി അടങ്ങിയിട്ടുണ്ട്. ഈ പഠനയാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു പുതിയ ചിന്ത കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അൽഗോരിതങ്ങളും ബിസിനസ്സുകളെ നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവത്ഗീത നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും മികച്ച ഒരു ഇന്നർ ഇന്റലിജൻസ് അൽഗോരിതമാണ്. വാവ്, അതൊരു പവർഫുള്ളായ ചിന്തയാണ്. അതെ, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ എതിരാളി പുറത്തുള്ള ഒരു കോമ്പറ്റീറ്റർ കമ്പനിയോ മാർക്കറ്റോ അല്ല, മറിച്ച് നിയന്ത്രണമില്ലാത്ത നിങ്ങളുടെ സ്വന്തം മനസ്സാണ്.
സ്വന്തം മനസ്സിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് കുരുക്ഷേത്രവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കീഴടങ്ങും. നമ്മൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ കേടായ എക്സ്റേ മെഷീന്റെ കാര്യം ഓർമ്മയില്ലേ? കോർപ്പറേറ്റ് ലോകത്തെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പുറത്തുള്ള ഒരു എക്സ്റേ മെഷീനും നിങ്ങൾക്ക് വ്യക്തമായ പരിഹാരം തരില്ല. ശരിയാണ്. ആകെ വേണ്ടത് ആന്തരികമായ ഒരു എക്സ്റേ മാത്രമാണ്. അതുതന്നെ, നിങ്ങളുടെ സ്വന്തം മനസ്സിലേക്കും പ്രോസസ്സുകളിലേക്കും നോക്കാനുള്ള എക്സ്റേ. ധർമ്മത്തെക്കുറിച്ചും നിങ്ങളുടെ റോളിനെക്കുറിച്ചുമുള്ള ആ വ്യക്തത നിങ്ങൾക്കുണ്ടെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ അവിടെ തനിയെ സംഭവിച്ചുകൊള്ളും. എന്തു പറയുന്നു? നിങ്ങളുടെ സ്വന്തം ഇന്നർ ഇന്റലിജൻസ് എക്സ്റേ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ഇപ്പോൾ തയ്യാറാണോ? ഈ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വിശകലനം അവസാനിപ്പിക്കാം. നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ ചിന്തിക്കുക, വ്യക്തതയോടെ തീരുമാനങ്ങൾ എടുക്കുക.